സക്കാത്തിൻ്റെ ഫണ്ട് നേരെ മദീനയിലേക്ക് അയച്ചു. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് സക്കാത്തിൻ്റെ ഫണ്ട് നഖ്ല് ചെയ്യാൻ പറ്റുമോ? പണ്ഡിതന്മാർക്കിടയിൽ മസ്അല ചർച്ചയാണ്. പറ്റുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ രണ്ടാമതൊരു അഭിപ്രായം ഇതിൽ നിന്ന് പിടിച്ചതാണ്. ആ നാട്ടിൽ അർഹതപ്പെട്ടതാകുന്ന ആളുകളില്ലാതെ വരുമ്പോൾ, മുഴുവൻ ആളുകളും പണക്കാരാകുമ്പോൾ, മറ്റുള്ളതാകുന്ന രാജ്യത്തേക്ക് ആ സമ്പത്ത് നീക്കം ചെയ്യാം, നഖ്ല് ചെയ്യാം. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അങ്ങനെ മറുനാട്ടിലേക്ക് മദീനയിലേക്ക് സമ്പത്ത് കൊടുത്തുവിട്ടു. ചരിത്രം വിശാലമാണ്. അന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു. എന്താണ് നീ ചെയ്യുന്നത്? ഒരു നാട്ടിലെ പണക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത സമ്പത്ത് അന്നാട്ടിലെ പാവപ്പെട്ടവർക്ക് നൽകണ്ടേ? എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? യമനിൽ തന്നെ നീ അത് കൃത്യമായി നടത്തണ്ടേ എന്ന് ചോദിച്ചപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഈ നാട്ടിൽ ഒരൊറ്റ പാവപ്പെട്ടവനെയും എത്തിച്ചിട്ടില്ല. പാവപ്പെട്ടവൻ വേണ്ട ഇത് സക്കാത്ത് വാങ്ങാൻ. കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എല്ലാവരും എതിർക്കാൻ, വേണ്ട ഞങ്ങൾക്ക് സമ്പത്തുണ്ടെന്ന് പറയാൻ. ആ ഒരവസ്ഥയിലേക്ക് ആ നാടിനെ മാറ്റിയത് സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവാണ്. സുബ്ഹാനല്ലാഹ്. മുആദ് റളിയല്ലാഹു അൻഹു മരണാസന്നനായ സമയത്ത് നല്ലതുപോലെ വൃത്തിയായി വുളൂ ചെയ്യുകയാണ്. വുളൂ ചെയ്ത് അദ്ദേഹം ഖിബിലയ്ക്ക് അഭിമുഖമായിരുന്നു. എന്നിട്ട് രണ്ട് കൈകളും ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, ഈ ദുന്യാവിൽ വേണ്ടി ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല. ഈ ഭൗതികമാകുന്ന ലോകത്ത് ഞാൻ നിലകൊണ്ടിട്ടുള്ളത് നിൻ്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ്. ഇന്ന് വരെ ഒരു നയാ പൈസ പോലും ഞാൻ എനിക്ക് വേണ്ടി സമ്പാദിച്ചിട്ടില്ല. അള്ളാഹുവേ, പൊതു സ്വത്തിൽ നിന്ന് ഒരല്പം ധനം പോലും എൻ്റെ കൈവശം കൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല. ഈ ദുന്യാവിൽ ഏക്കറ കണക്കിന് ഭൂസ്വത്തുകൾ എനിക്ക് വാങ്ങാമായിരുന്നു. ഒരുപാട് സമ്പത്ത് എനിക്ക് അധീനപ്പെടുത്താമായിരുന്നു. പക്ഷെ അതെല്ലാം ഞാൻ ദീനിന് വേണ്ടി നൽകുകയും പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തത് നിനക്കറിയാമല്ലോ അല്ലാ. അതുകൊണ്ട് ഞാനിതാ നിന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. മരണത്തെ കൊതിക്കുന്ന സമയമാണ്. ആഖിറത്തെ ലക്ഷ്യം വെക്കുന്നതായ സമയമാണ്. അതുകൊണ്ട് എന്നെ നിന്നിലേക്ക് അടുപ്പിക്കണേ അല്ലാ. സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തതിന് ശേഷം ഖിബലയ്ക്ക് അഭിമുഖമായി കടക്കുകയാണ്. അങ്ങനെ കടന്നു. ആ വുളൂഓടുകൂടി വന്ന് കടന്നിട്ട് ഖിബലയ്ക്ക് അഭിമുഖമായി കടന്നു. ശിഷ്യന്മാരൊക്കെ നോക്കി നിൽക്കാൻ. സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ മുമ്പിലോട്ട് വെച്ച് നീട്ടി. ആർക്കാണ് കൈ കൊടുക്കുന്നത്? സുബ്ഹാനല്ലാഹ്. മുആദ് റളിയല്ലാഹു അൻഹു കൈ കൊടുക്കുന്നത് അസ്റായീൽ അലൈഹിസ്സലാമിനാണ്. അസ്റായീലിനെ മുസാഫഹത്ത് ചെയ്യുകയാണ്. മനസ്സിലാക്കിയത് എങ്ങനെയാണ്? കൂട്ടുകാർ വന്ന് നോക്കുമ്പോൾ പറയുകയാണ്, മർഹബാ മർഹബൻ ബിൽ മൗത്ത്, മർഹബൻ ബിൽ മൗത്ത്, ജാഅ ബി ഹബീബിൻ ജാഅ അലാ ഫാഖാ. മരണമെന്ന് പറയുന്ന എൻ്റെ വലിയ സന്തോഷമേ, എൻ്റെ ആനന്ദമേ, നിനക്ക് സ്വാഗതമാണ്, സ്വാഗതമാണ്. നീ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കുന്നത് ജാഅ അലാ ഫാഖത്തിൻ, എൻ്റെ കയ്യിലൊരു നയാ പൈസ പോലും ഇല്ലാത്ത സമയത്തിലും സന്ദർഭത്തിലുമാണ്. ഇസ്ലാമികമാകുന്ന കാലഘട്ടത്തിൽ യമനിലേതാകുന്ന ദേശത്തുള്ളതാകുന്ന ആളുകളുടെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അടക്കം കോടിക്കണക്ക് രൂപയുടേതാകുന്ന സമ്പത്ത് പിരിച്ചെടുത്തതാകുന്ന വ്യക്തി ഒരു പൈസ പോലും, ഒരു സ്വർണ്ണ നാണയം പോലും, ഒരു വെള്ളി നാണയം പോലും ഹറാമാകുന്ന നിലയ്ക്ക് തനിക്ക് വേണ്ട എന്ന് ചിന്തിച്ച് തൻ്റെ സമ്പാദ്യം മുഴുവനും പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ച് അവസാന വഫാകാകുന്ന വേളയിൽ അസ്റായീൽ അലൈഹിസ്സലാമിനെ കൈ കൊടുക്കുമ്പോൾ പറയുകയാണ്, മർഹബൻ ബിൽ മൗത്ത്, മർഹബൻ ബി ഹബീബിൻ, മർഹബാ ജാഅ അലാ ഫാഖാ. ദാരിദ്ര്യത്തിൽ നിലകൊള്ളുന്ന സമയത്താണല്ലോ നീ കടന്നു വന്നത്, സ്വാഗതമാണ്, സ്വാഗതമാണ്. കഴിയുമോ നമുക്കിങ്ങനെ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ദൈനംദിന ജീവിതത്തിൽ ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ച് ചേർത്ത് വെക്കാനുള്ള നെട്ടോട്ടമാണ്. പുണ്യമായ റമദാനിൽ പോലും നോമ്പ് പോലും നോൽക്കാതെ, സക്കാത്ത് പോലും കൊടുക്കാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ
നിരാലംബർക്ക് അവലംബമാകാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാതെ ഈ റമദാനിനും ബിസിനസ്സിൻ്റെ പിറകെ ഓടുന്നതാകുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്ന യുവാക്കളും ചെറുപ്പക്കാരും പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. ദുന്യാവിൻ്റെ പിറകെയുള്ള ഓട്ടമാണ്. നോക്കൂ നിങ്ങൾ, വലിയതാകുന്ന ഒരു ഗവർണറായിട്ട് പോലും മരിക്കുന്ന സമയത്ത് ഒന്നുമില്ല. മർഹബം ബിൽ മൗതി മർഹബ ജഅല ഫാഖ. ഒന്നുമില്ലാത്ത ദാരിദ്ര്യാവസ്ഥയിലാണല്ലോ നീ എൻ്റെ കൈക്ക് പിടിക്കുന്നത് അസ്റായിലെ, സ്വാഗതം. നോക്കൂ നിങ്ങൾ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ രണ്ടുപേരും എൻ്റെ വലിയ നേട്ടത്തിൻ്റെ വഹലുകാരാണ്, എൻ്റെ നേട്ടത്തിൻ്റെ അഹലുകാരാണ്. മുആദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗലാ മുആദുൻ ലഹലക ഉമറു. മുആദ് എന്ന് പറയുന്ന മുത്തുനബിയുടെ ഗവർണർ ഇല്ലായിരുന്നുവെങ്കിൽ ഉമർ തന്നെ നശിച്ചു പോയേനെ. കാരണം ദീനിൻ്റെ പല വിഷയങ്ങളും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോടാണെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വലിയ വ്യക്തിയായിരുന്നു ആര്? സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രസ്ഥാനമാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്. വലിയൊരു പ്രസ്ഥാനമാണ്, ഒരു വ്യക്തിയല്ല. ആര്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതേപോലെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രസ്ഥാനമായി നിലകൊണ്ട വ്യക്തിയാണ് ആര്? സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. വലിയ ധീരരാകുന്ന സ്വഹാബത്താണ് ആളുകൾ. ഇതൊക്കെ ഈ റമദാനിൻ്റെ വിശുദ്ധമായ അവസാനത്തെ സുദിനത്തിൽ നമ്മൾ പഠിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ റോൾ മോഡലാകാൻ ആഗ്രഹിച്ച ആളുകളാണ് ഇവരൊക്കെ. ഇവരെ കണ്ടാണ് എന്നെ ജീവിതം പകർത്തിയത്. നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അത്രയേറെ ഉന്നത വ്യക്തിത്വമായി കാണുന്നെങ്കിൽ അദ്ദേഹം സ്വഹാബത്തിൽ നിന്നുള്ള നന്മകളെ സംശീകരിച്ചതിൻ്റെ രൂപം അദ്ദേഹം സ്വഹാബത്തിനോട് പറയാൻ, 4 പേരെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ റോൾ മോഡൽ. ഒന്ന് അബൂ ഉബൈദയാണ്, മറ്റൊന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവാണ്, മൂന്നാമത്തത് സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു. പേർഷ്യക്കാരനായ വ്യക്തി, അടിമയായ വ്യക്തി. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയാണ് സാലിം റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയും, സാലിം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രാവീണ്യം മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നല്ലതുപോലെ ഖുർആൻ ഓതും. സാലിം റളിയല്ലാഹു അൻഹു നല്ല ഓത്താൻ, നല്ല അറിവാണ്. അദ്ദേഹത്തെ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിയത്, പേർഷ്യക്കാരൻ അദ്ദേഹത്തെ വാങ്ങിയത് ഹുദൈഫ റളിയല്ലാഹുവിൻ്റെ ഭാര്യയാണ്. കച്ചവടം ചെയ്തു, അദ്ദേഹത്തെ കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്നു, നിർത്തി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ദീനി ചിട്ടയും ഖുർആനോത്തും ഖുർആനിലുള്ള അവഗാഹവും മനസ്സിലാക്കിയ ഹുദൈഫ റളിയല്ലാഹു അൻഹു യജമാനൻ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കിയത് മാത്രമല്ല, ആ അടിമയുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് പിന്നീട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത്. അത്ര കൂട്ടുകാരനാക്കി. കാരണം നല്ല അറിവുള്ള വ്യക്തിയാണ്. ഇനി ഇദ്ദേഹത്തിൽ നിന്ന് പലതും പഠിക്കണം. അതുകൊണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു സാലിം എന്ന് പറയുന്നതാകുന്ന ഈ അടിമയുടെ തോളത്ത് കൈയിട്ട് യജമാനൻ. നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? കരുനാഗപ്പള്ളിയിലുള്ള ഏതെങ്കിലും മുതലാളിക്ക് അവൻ്റെ തൊഴിലാളി ഒന്ന് ചേർത്ത് നിർത്താൻ പറ്റുമോ? ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുക്കാൻ പോലും തയ്യാറാകാത്ത കാലഘട്ടം. മടിയാൻ. കോട്ടും സൂട്ടും ഇട്ടവൻ മറ്റുള്ളവരെ ചുമടെടുക്കുന്നവനെ അകറ്റി നിർത്തുന്ന കാലഘട്ടം. അവൻ അടുത്തേക്ക് വരുമ്പോൾ അവൻ്റെ വിയർപ്പിൻ്റെ ദുർഗന്ധം തനിക്ക് ഏറ്റവും വലിയ വൃത്തിഹീനമാണെന്ന് മനസ്സിലാക്കി മാറി നിൽക്കുന്നതായ കാലഘട്ടം. പഠിച്ചു വെക്കിൻ, സാലിം റളിയല്ലാഹു അൻഹു എന്ന അടിമയെ സ്വന്തം ഭാര്യ വാങ്ങിക്കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തെ സ്വതന്ത്രനാക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇൽമ കണ്ടിട്ട് തോളിൽ കൈയിട്ട് അദ്ദേഹത്തെ കൂട്ടുകാരനാക്കാൻ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നു യജമാനാകുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സാലിം ഒരു നിസ്സാരക്കാരനല്ല. 4 ആളുകളിൽ നിന്നാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഓത്ത് പഠിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. 4 പേരിൽ നിന്ന് ഖുർആൻ നിങ്ങൾ നല്ലതുപോലെ പഠിക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഇസ്തഖറഉൽ ഖുർആന മിൻ 4. 4 പേരിൽ നിന്ന് ഖുർആൻ ഓത്ത് പഠിക്കും. നല്ല ഓത്താണ്. തജ്വീദിൻ്റെ നിയമങ്ങളും അതിൻ്റെ എല്ലാ തലങ്ങളിലും എത്തിച്ചേർന്നിട്ടുള്ള മനോഹരമായ ഖിറാഅത്ത്, മനോഹരമായ ഖാരിഈങ്ങൾ. റമദാനിൽ ഹാഫിളീങ്ങളുടെ പിന്നിൽ നമസ്കാരങ്ങൾ 30 ജുസു പൂർത്തീകരിച്ച ആളുകളില്ലേ, അവർക്ക് മനോഹരമായ രീതിയിൽ ഖുർആൻ ഓതാൻ കഴിഞ്ഞത്
ഈ മഹത്തുക്കളുടേതാകുന്ന പിമ്പലമാണ്. ഇവർ കൊണ്ടുവന്ന ഖിറാഅത്ത് അതിൻ്റെ തലമുറകൾ കൈമാറി അതിനൊരു അംശം നമ്മുടേതാകുന്ന ആളുകളിലേക്ക് നൽകപ്പെട്ടതാണ്. ആരൊക്കെയാണ് ആ 4 പേര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ്. മുത്തുനബി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓത്ത് കേട്ടുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നിസാ അദ്ദേഹം ഓതി കരഞ്ഞ സംഭവം ചരിത്ര പ്രസിദ്ധമാണ്. നബി തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഓത്ത് കേൾക്കാണ്. നല്ല ഓത്തിൻ്റെ ഉടമ, നല്ല ശബ്ദത്തിൻ്റെ ഉടമ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് ബഹുമാനപ്പെട്ടതാകുന്ന സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഈ പറഞ്ഞതാകുന്ന അടിമ, ഹുദൈഫ റളിയല്ലാഹുവിൻ്റെ അടിമ, നല്ല ഖിറാഅത്താണ്. നബി തങ്ങൾ ലക്ഷക്കണക്കിന് സ്വഹാബത്തിനോട് പറയാൻ, നിങ്ങൾ 4 പേരിൽ നിന്ന് ഖിറാഅത്ത് പഠിക്കണം. ഒന്ന് ഈ അടിമയിൽ നിന്ന്, അടിമയാണെന്ന് കരുതി മാറ്റി നിർത്തേണ്ട നല്ല ഓതലാണ്. നോക്കൂ നിങ്ങൾ. മൂന്നാമത്തത് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. കാരിയങ്ങളാണ്, ഇസ്ലാമിലെ കാരിയങ്ങൾ പഠിക്കണം നമ്മൾ. ഖുർആൻ അവതരിക്കപ്പെട്ടതാകുന്ന പരിശുദ്ധ റമദാനിൻ്റെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട രാവുകളെ ജീവസുറ്റതാക്കി പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ ജുമഅയ്ക്ക് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഖുർആൻ മനോഹരമായി ഓതിയ പരിശുദ്ധ പ്രവാചകൻ്റെതാകുന്ന പ്രിയപ്പെട്ട അനുയായികളിൽ പ്രമുഖരായ 4 പേര്. അതിൽ മൂന്നാമത്തെ വ്യക്തിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. തീർന്നില്ല. 4-മത്തത് ബഹുമാനപ്പെട്ടതാകുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാകുന്ന യമനിലെ ഗവർണറായി നിശ്ചയിച്ചതാകുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഈ 4 പേരാണ് ഇസ്ലാമിലെ ഖുറാ, കാരിയങ്ങൾ, വിശുദ്ധമായ ഖുർആൻ മനോഹരമായി ഓതുന്ന വ്യക്തിത്വങ്ങൾ. നബി തങ്ങൾ അവരിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ പറഞ്ഞു. അതിൽ പ്രമുഖനാണ് സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു. സാലിം ബഹുമാനപ്പെട്ടവർ അവിടുന്ന് മരണപ്പെടുന്നത് അക്കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവാചകരുടെ കാലഘട്ടത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു കള്ളപ്രവാചകൻ രൂപം കണ്ടു. ഒന്നല്ല, ധാരാളം വന്നിട്ടുണ്ട്. അതിൽ ഒരു വലിയ വ്യക്തിയായി കടന്നു വന്ന വ്യക്തിയാണ് മുസൈലിമത്തുൽ കദ്ദാബ് റളിയല്ലാഹു അൻഹു. മുത്തുനബിക്ക് ശേഷം പിന്നീട് ഒരു പ്രവാചകനുണ്ടെന്ന് വാദിച്ച്, ഞാനാണ് എന്നത് വാദിച്ച്, അവസാനത്തെ പ്രവാചകനാണെന്ന് വാദിച്ചവനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 10,000-കണക്കിന് സ്വഹാബത്തും വധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ആ യുദ്ധത്തിൽ സാലിം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ശത്രുക്കളുടെ വെട്ടാൽ ഷഹീദായി സഹോദരങ്ങളെ മരണപ്പെടുകയാണ്. വിശുദ്ധ ഇസ്ലാമിൻ്റെ ഖാരി ബഹുമാനപ്പെട്ടവർ വെട്ടേറ്റു. അദ്ദേഹത്തിൻ്റെ മുതലാളിയാകുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു, നേരത്തെ സൂചിപ്പിച്ചതാകുന്ന യജമാനൻ, അദ്ദേഹത്തോടൊപ്പം എപ്പോഴും തോളിൽ കൈയിട്ടുകൊണ്ട് നിലകൊണ്ടതാകുന്ന സുഹൃത്ത്, ആ യുദ്ധത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു ശത്രുവിനെ വെട്ടേക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു ശത്രുവിൻ്റെ വെട്ടേറ്റുകൊണ്ട് അദ്ദേഹം സാലിം റളിയല്ലാഹുവിൻ്റെ കാൽഭാഗത്ത് വീഴുകയാണ്. അദ്ദേഹവും ഷഹീദാവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, 4-മത്തെ വ്യക്തി അത് ഹുദൈഫ തന്നെയാണ്. സാലിം എന്ന് പറയുന്നതാകുന്ന മഹാനായ ആ അടിമയുടെ ഉടമയാകുന്ന വ്യക്തിയാണ് എൻ്റെ റോൾ മോഡലായ 4-മത്തെ വ്യക്തി സയ്യിദുനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു, സാഹിബു സിദ്ദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. നബി തങ്ങൾ എന്ത് രഹസ്യവും അദ്ദേഹത്തോടാണ് പറയുക. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ രഹസ്യമാക്കി വെക്കണമെന്ന് പറഞ്ഞാൽ അത് പരസ്യമാക്കാൻ പാടില്ല. അത് നല്ല സ്വഭാവത്തിൽപ്പെട്ടതല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് രഹസ്യവും പറയുന്നത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോടാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാവരും അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നത് ജനങ്ങളിൽ ഏറ്റവും ഖൈറുള്ളവൻ ആരാണ് എന്നാണ്. ഞാൻ എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചത് ജനങ്ങളിൽ ഏറ്റവും ഷർറുള്ളവൻ ആരാണ് എന്നാണ്. എന്തുകൊണ്ട്? എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുമോ എന്ന് അറിയാൻ വേണ്ടി. ഷെറുള്ള ആളാണെന്ന് പറയുമ്പോൾ നീ ആ ഷെറിൻ്റെ വാഹകനാണെന്ന് പറഞ്ഞാൽ എന്നെ നന്നാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അത് ഭയപ്പെട്ടിട്ട് ഞാൻ എപ്പോഴും നബിതങ്ങളോട് ചോദിച്ചു കൊണ്ടിരുന്നു, ഈ ഉമ്മത്തിൽ നബിതങ്ങളെ തങ്ങളുടെ സ്വഹാബത്തിൽ ഏറ്റവും ഷെറുള്ളവനാരാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ഓരോരുത്തരെയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഉമ്മത്തിൽപ്പെട്ടതാകുന്ന മുനാഫിഖാരാൻ, ഈ ഉമ്മത്തിൽപ്പെട്ട സ്വഹാബത്തിൽപ്പെട്ടതാകുന്ന വ്യക്തി മുസ്ലിമായി ജീവിച്ചിട്ട് കാഫിറായി ചത്തുപോകുന്നവനാരാൻ, ഈ സമൂഹത്തിൻ്റെ ഒറ്റുകാരനാരാണ് എന്നൊക്കെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്നുമുണ്ട് ഒറ്റുകാർ, ഇന്നുമുണ്ട് സമുദായത്തിൽ ഒറ്റുകാർ. ഇസ്ലാമിൻ്റെ പേരിട്ട് ഇസ്ലാമിൻ്റെതാകുന്ന സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് നിന്ന് പൂർണ്ണമായി വോട്ട് വാങ്ങിച്ച് മുസ്ലിമിൻ നാമധാരിയായി നിലകൊണ്ട് രാഷ്ട്രീയത്തിലിറങ്ങിയിട്ട് മുസ്ലിമാനെ ഒറ്റുകൊടുക്കുന്നതാകുന്ന ഒറ്റുകാർ
അന്നുമുണ്ട് ഇന്നുമുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒറ്റുകാരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ആർക്ക്? ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്. എല്ലാ ഒറ്റുകാരെ കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹുദൈഫയോട് ചോദിച്ചു, ഹുദൈഫ, ആ ഒറ്റുകാരാരൊക്കെയാണൊന്ന് പറഞ്ഞു തരുമോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞ വിഷയം ഞാൻ ഒരാൾക്കും അത് പറയൂല, ഒരു മനുഷ്യനോടും പറയൂല. മരിച്ചാൽ അതങ്ങനെ തന്നെ തീരും. ഒരാളോടും പറയാൻ പാടില്ലാത്ത വിഷയമാണ്, രഹസ്യമാണ്. അപ്പോൾ ചോദിച്ചു, എങ്കിൽ ആ ഒറ്റുകാരുടെ കൂട്ടത്തിൽ ആ കാപട്യത്തിൻ്റെ വിഷയത്തിൽ എൻ്റെ പേരുണ്ടോ? ആർദ്രമാകുന്ന ഹൃദയത്തോടുകൂടി വളരെ താഴ്മയോടുകൂടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ ചോദിക്കാൻ, ആ കാപട്യത്തിൻ്റെ അഹ്ലുകാരിൽ അല്ലെങ്കിൽ അവിശ്വാസികളുടെ കൂട്ടത്തിൽ ഈമാനെ തുരത്തുന്നതാകുന്ന ആളുകൾ ആ ഒറ്റുകാരിൽ എൻ്റെ പേരുണ്ടോ? അതറിഞ്ഞാൽ മതി. അപ്പോൾ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആ കൂട്ടത്തിലില്ല. അള്ളാഹിൻ്റെ റസൂൽ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. മറിച്ച് നിങ്ങളെന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ വലിയ വാതിൽ മുത്തുനബി അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. ആ വാതിൽ തകർക്കപ്പെടുന്നതോടുകൂടി, അഥവാ നിങ്ങളുടെ വഫാത്തോടുകൂടി ഇസ്ലാമിൽ വലിയ പിളർപ്പുകളുണ്ടാകും. പിൽക്കാലത്ത് അങ്ങനെ ഉണ്ടായി. ആ പിളർപ്പുകളുണ്ടാകും. അതിലൂടെ ഇസ്ലാമിൻ്റെതാകുന്ന എല്ലാ നന്മകൾക്കും ശോഷണമുണ്ടാകും, ഒക്കെ കുറഞ്ഞു പോകും. നിങ്ങളെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വലിയ വാതിലാണ്. അത് നശിപ്പിക്കപ്പെട്ടാൽ അത്തരത്തിലുള്ള വലിയ വിപത്തുകൾ ഉണ്ടാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു. മുസൈലിമത്തുൽ കദ്ദാബി എന്ന് പറയുന്ന കള്ളപ്രവാചകനെ തുരത്തുന്നതിനിടയിൽ ശത്രുവിൻ്റെ വെട്ടേറ്റ് തൻ്റെ അടിമയാകുന്ന സാലിം റളിയല്ലാഹുവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് തന്നെ വീണ് ജീവിതത്തിൽ തന്നോടൊപ്പം സന്തസഹചാരിയായി സഹവസിച്ചതാകുന്ന അടിമയുടെ കാരിൻ്റെ കാൽച്ചുവട്ടിൽ കടന്ന് ഈ ലോകത്ത് നിന്ന് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു ദീർഘശ്വാസം വലിച്ചു. അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഞാൻ നിൻ്റെ ദീനിന് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വമാണ്. ഇന്ന് വരെ ഒരു മോശമാകുന്ന ഒരു പ്രവർത്തനം എന്നിൽ നിന്നുണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വിനയം കൊണ്ട് പറയാൻ. അതുകൊണ്ട് അള്ളാഹു, എനിക്ക് ഈ ഈമാൻ സലാമത്തായി നല്ല മരണവും നല്ല റാഹത്തായ മരണവും നീ എനിക്ക് സാധ്യമാക്കി. അൽഹംദുലില്ലാ. മുസ്ലിമല്ലാത്ത മറ്റൊരു ശത്രുവിൻ്റെ വെട്ടേറ്റുകൊണ്ട് മരണപ്പെടാനുള്ള അവസരം എനിക്ക് ഈ പരിശുദ്ധമായ ദിനത്തിൽ എനിക്ക് സ്വാഗതമരുളിയല്ലോ. സ്വാഗതമാണ്. മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു ഷഹീദായി. സഹോദരങ്ങളെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ 4 ആളുകൾ എനിക്ക് ഏറ്റവും വലിയ റോൾ മോഡലാണ്. അബൂ ഉബൈദയും റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്ന സാലിം എന്ന് പറയുന്ന വ്യക്തിയും, ഈ 4 പേരും എനിക്ക് റോൾ മോഡലാണ്. എന്നിട്ട് പറഞ്ഞു, തൻ്റെ റൂമിലിരിക്കുന്ന മുഴുവൻ കൂട്ടുകാരെയും വിളിച്ചു തീർത്തിയിട്ട് നിങ്ങളുടെ കൊതികൾ പറയാൻ പറഞ്ഞപ്പോൾ ദുനിയാവിലെ സ്വർണവും വെള്ളിയും ദുനിയാവിലേതാകുന്ന സമ്പാദ്യവും വീടും വാഹനവും ഒക്കെ കൊതിക്കുന്നവരെ, അതിനേക്കാൾ ഏറ്റവും ഉത്തമം ഇവരെ പോലെ ആൺകുട്ടികളായി ജീവിച്ച് ആൺകുട്ടികളായി മരിക്കലാണെന്ന് സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആൺകുട്ടിയായി ജീവിച്ച് ആൺകുട്ടിയായി മരിക്കണം. അതെങ്ങനെയാണ്? ഈമാൻ സലാമത്താകണം. സഹോദരങ്ങളെ, നമ്മൾ റമദാനിൽ നോമ്പ് നോറ്റു, നമ്മൾ സക്കാത്ത് കൊടുത്തു, പരിശുദ്ധ റമദാനിൽ തന്നെ ഉംറ ചെയ്തവരുണ്ട്, പരിശുദ്ധ റമദാനിൽ തന്നെ ധാരാളം സുഹൃതങ്ങൾ ചെയ്തവരുണ്ട്. നന്മയുടെ പൂക്കാലമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ പുണ്യമാക്കപ്പെട്ട റമദാൻ മഗ്ഫിറത്തിൻ്റെ 10, നരകീയ മോചനത്തിൻ്റെ 10, റഹ്മത്തിൻ്റെ 10 എന്ന് വേണ്ട എല്ലാ നന്മകളുടെയും വിളനിലമായിരുന്ന പരിശുദ്ധമായ റമദാൻ. ഒരു നന്മ ചെയ്താൽ ഒരു ഫർദിൻ്റെ പ്രതിഫലം ലഭിച്ചിരുന്ന റമദാൻ. ഒരു ഫർദ് അനുഷ്ഠിച്ചാൽ 70 ഫർദുകളുടെ, അതല്ല 700, 7000, 7 ലക്ഷവും അതിനപ്പുറത്തേക്കുമൊക്കെ നന്മകൾ നൽകാൻ അനുഗ്രഹങ്ങൾ കൊണ്ട് ചൊരിയപ്പെട്ടതാകുന്ന പരിശുദ്ധമായ റമദാൻ നമ്മൾ ഇന്ന് വിട പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാനത്തെ രാത്രി എത്തിയാൽ, റമദാനിൻ്റെ അവസാനത്തെ രാത്രി, ആ രാത്രി കരയുമെന്നാണ്. ആ രാത്രി വന്നെന്ന് വരുമ്പോൾ ആകാശവും ഭൂമിയും കരയും. ബകത്തി സമാവാതു വൽ അർള്, ഹദീസാണ്. ആകാശവും ഭൂമിയും കരയും. എന്താണ് പറയുന്നത്? മുസീബത്തല്ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനുള്ളതാകുന്ന, എൻ്റെ സമുദായത്തിൻ്റെ ഈ ഉമ്മത്തിൻ്റെതാകുന്ന മുസീബത്ത്, അവരുടേതാകുന്ന ബുദ്ധിമുട്ടോർത്തിട്ടാണ് കരയുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, അയ്യ മുസീബത്തിൻ ഹാദാ, എന്ത് മുസീബത്ത്? എന്ത് മുസീബത്ത്? റമദാനിൽ വന്നു, നിസ്കരിച്ചു, ഇബാദത്തുകളെടുത്തു, നോമ്പ് തുറന്നു, അങ്ങനെ പോകുന്ന ആളുകൾ തറാവീഹ് നിസ്കരിച്ചു, കുറച്ചു നേരം പള്ളിയിൽ ഇഅ്തികാഫിരുന്നു, ഇങ്ങനെ പോകുന്ന ഈ ഉമ്മത്തിന് എന്ത് മുസീബത്ത്? അപ്പോൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദിഹാബു റമദാന
പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിൻ്റെ വിടവാങ്ങൽ ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ മുസീബത്താണ്. കാരണം റമദാനിൻ്റെ ആദ്യത്തെ രാവിലെ തന്നെ 8 ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. നരകത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടതാണ്. വലിയ വലിയ പിശാചുകളെ ചങ്ങലക്കിട്ടിരുന്നതായ മാസമാണ്. ഈ നന്മകളെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഇനി തിന്മകളുടെ ലോകത്തേക്ക് ജനങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. എത്രയോ നന്മകൾ ചെയ്യാമായിരുന്ന മാസമായിരുന്നു. വല്ലതും ചെയ്തവരുണ്ടോ സഹോദര? വല്ലതും ചെയ്തവരുണ്ടോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? എത്ര നോമ്പുകാര് നമ്മൾ നോമ്പ് തുറപ്പിച്ചു, എത്ര സക്കാത്ത് നമ്മൾ കൊടുത്തു വീട്ടി, എത്ര പാവങ്ങളുടെ കണ്ണീര് നമുക്ക് ഒപ്പാൻ സാധിച്ചു, എത്ര നിരാലംബർക്ക് നമ്മൾ അവലംബമായി. ചിന്തിക്ക്, ഈ സമയത്തൊന്ന് ചിന്തിക്ക്. റമദാൻ നമ്മളിന്ന് വിട പറയാൻ, ഇന്ന് സലാം പറയാൻ. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ ബറകതി വറിദ്വാൻ, അസ്സലാമു അലൈക യാ ശഹ്റ സുറൂരി വത്തറാവീഹ്, അസ്സലാമു അലൈക യാ ശഹ്റൻ നൂരി വൽ മസാബീഹ്. മുൻഗാമികളാകുന്ന നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഉപ്പമാരും ഖുർആൻ എത്രയോ ഖത്മുകൾ തീർത്തവരാണ്. ഈ റമദാനിൽ ഖുർആനൊന്ന് കൈകൊണ്ട് തൊടാത്തവരെ ഖേദമാണ്. ഒരു ഖത്മ് പോലും ഓതി തീർക്കാത്ത മുസ്ലിമേ ദുഃഖമാണ്, നാശമാണ്. ഖുർആനിൻ്റെ വാഹകരുമായിട്ടുള്ള ബന്ധം പോലും വെക്കാതെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ശ്രേഷ്ഠമായ രാവുകളിൽ പോലും കള്ളു കുടിച്ച് ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നവരില്ലേ? ആഖിറത്തിൽ വലിയ ഹിസാബാണ്. നഊദു ബില്ലാഹ്. 83 വർഷവും 4 മാസവും ഇബാദത്ത് എടുക്കുന്നതിനേക്കാൾ പുണ്യമായ രാവ് നിനക്ക് അല്ലാഹു നൽകിയില്ലേ? ആ രാവ് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? നഊദു ബില്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെതാകുന്ന കാലഘട്ടത്തിൽ ഒരു യുദ്ധത്തിന് വേണ്ടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെയും സഹാബത്തിനെയും പറഞ്ഞു വിടുകയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നേരെ ചെന്നുകൊണ്ട് ശത്രുക്കളുമായി യുദ്ധം നടത്തുമ്പോൾ അങ്കുലി പരിതമാകുന്ന ആളുകൾ ശത്രുക്കൾക്കെതിരിൽ വിജയം വരിക്കാൻ പറ്റുന്നില്ല. വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. ശത്രുക്കളോ ആയിരക്കണക്കിന് ശത്രുക്കളുണ്ട്. 10,000-കണക്കിന് ശത്രുക്കളുടെ മുന്നിൽ എങ്ങനെ ഞങ്ങൾ അടിയുറച്ചു നിൽക്കും? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കത്തെഴുതി വേഗം തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ഒരാളെ പറഞ്ഞു വിട്ടു. എന്തിനാണ്? 1000 പേരെ ഞങ്ങൾക്ക് എത്രയും വേഗം കിട്ടണം സഹായിയായി. ഞങ്ങളുടെ സൈന്യത്തിന് സഹായിയായിട്ട് 1000 പേരെ ഇപ്പോൾ കിട്ടണം. കത്ത് കിട്ടി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരാളയച്ചു. കത്ത് കൊടുത്തിട്ട് തിരിച്ചു പറഞ്ഞു വിടുകയാണ്. ഒരാളെയാണ് അയക്കുന്നത്. മനസ്സിലാക്കണം നമ്മൾ. ബഹുമാനപ്പെട്ടതാകുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് കത്ത് കൊടുത്തു വിട്ടു. ആ കത്തിലെഴുതിയിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ സഹായികളാകുന്ന 1000 പേരെ ഈ കത്തിനോടൊപ്പം അയക്കുന്നുണ്ട്. ഈ കത്തിനോടൊപ്പം 1000 പേരെ അയക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെ ചെന്നു. കത്ത് കൊണ്ടുവരുന്ന വ്യക്തി കഅക്കാ ബിൻ അംർ ബിൻ തമീം റളിയല്ലാഹു അൻഹു ആണ്. കഅക്കാ എന്ന സ്വഹാബിയാണ്, വേറെ ആരുമില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടതാകുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കത്ത് വായിച്ചിട്ട് ചോദിച്ചു, 1000 പേരുണ്ടെന്ന് പറഞ്ഞു, എവിടെ പോരുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കത്തിൻ്റെ പുറകൊന്ന് വായിക്കാൻ പറഞ്ഞു. കത്തിന് മറുവശം കൂടെ ഉണ്ട്, ആ സൈഡും കൂടെ ഒന്ന് വായിക്കും. പഠിക്കണം നമ്മൾ, ചരിത്രമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കത്തിൻ്റെ മറുപുറം ബഹുമാനപ്പെട്ടതാകുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കത്തിൻ്റെ മറുപുറം വായിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, 1000 പേർക്ക് തുല്യനാണ് ഞാൻ അയച്ചിട്ടുള്ള കഅക്കാ ബിൻ അംർ ബിൻ തമീം റളിയല്ലാഹു അൻഹു. 1000 പേരെയാണ് അയച്ചിരിക്കുന്നത്. കത്തിനോടൊപ്പം അളവിടുമെന്ന് പറഞ്ഞില്ലേ? 1000 പേരാണ് ഈ കട്ടയ്ക്ക് നിൽക്കും. ഈ കഅക്കാ എന്ന് പറയുന്ന വ്യക്തി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ മെലിഞ്ഞ ഒരു ടീമാണ് കഅക്കാ എന്ന് പറയുന്ന സ്വഹാബി. പക്ഷെ എന്താണ്? ഈമാനിൻ്റെ കരിമ്പാറയാണ് സഹോദരങ്ങളെ. ഈമാനാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ശത്രുക്കളുമായി ഞങ്ങൾ വീണ്ടും യുദ്ധത്തിൽ ഇതാ രംഗത്തിറങ്ങാൻ. 1000-കണക്കിന് വരുന്നതാകുന്ന
10,000-കണക്കിന് വരുന്ന ശത്രുക്കളെ മുഴുവൻ തുരത്തി ഓടിച്ചുകൊണ്ട് കഅബ് ഇബ്നു അംർ ഇബ്നു തമീം റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് ഇടയ്ക്കിൽ നിന്നുകൊണ്ട് വിജയശ്രീലാളിതനായി നിലകൊള്ളുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇമവെട്ടാതെ നോക്കി നിന്നുപോയി. 1000-കണക്കിന് ആളുകൾക്ക് സമാനമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടതാകുന്ന കഅബ് ഇബ്നു അംർ ഇബ്നു തമീം റളിയല്ലാഹു അൻഹു എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഞാൻ എന്തിനാണ് പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 5-ാമത്തെ വെള്ളിയാഴ്ച സുദിനത്തിൽ കരുനാഗപ്പള്ളി ജമാഅത്തിൻ്റെ അകത്തളത്തിൽ ഇത് പറഞ്ഞത്? ഈമാൻ കുറഞ്ഞവരായി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മാറാൻ പാടില്ല. അടുത്ത ജൂലൈയിൽ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നുണ്ടത്രേ. എന്തുകൊണ്ടുവന്നാലും ശരി, മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ അവരുടേതാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും നാഥനാകുന്ന റബ്ബിലേക്ക് ഏറ്റുപറയുകയും ഈമാനിൻ്റെ വക്താക്കളായി നിലകൊള്ളുകയും ചെയ്യണം. ഈമാൻ വേണം നമുക്ക്. കഅബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരും 1000-കണക്കിന് വരുന്ന സ്വഹാബത്തിന് പകരം വെക്കാൻ പറ്റുന്നവരാണ്. നിങ്ങൾക്ക് ഈമാൻ ഉണ്ട് എങ്കിൽ ഈമാൻ വേണം. അതുകൊണ്ടല്ലേ അല്ലാഹ് പറഞ്ഞത് അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. അൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാൻ അടിയുറച്ച് നിൽക്കുന്നവനാകണം. റമദാൻ കഴിയുമ്പോൾ തരംഗം തിയേറ്ററിൽ പോയി സിനിമ കാണാൻ വേണ്ടി കുടുംബസമേതം ടിക്കറ്റ് എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് 5-ാമത്തെ ജുമുഅയ്ക്ക് വേണ്ടി കടന്നു വന്ന മുസൽമാനായി ഈമാനില്ലാത്ത ഹതഭാഗ്യരായി നീ മാറാൻ പാടില്ല. തിയേറ്ററിലേക്ക് തൻ്റെ കുടുംബസമേതവുമായി വിശുദ്ധമാക്കപ്പെട്ട പെരുന്നാളിൻ്റെ പകൽ സുദിനങ്ങളിൽ തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന മുസ്ലിമായി നീ നിലകൊണ്ടിട്ടുണ്ടോ? നിന്റെ ഈമാൻ നഷ്ടം വെച്ചു പോയി. പാതിരാത്രി സമയത്ത് അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ നേടിയെടുത്ത വിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമാക്കപ്പെട്ടതാകുന്ന രാവുകളിൽ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന മഹനീയമാകുന്ന രാവുകളിൽ വരെ നേടിയെടുത്ത ഈമാനിൻ്റെ പരിവേഷം ഏതെങ്കിലും ഒരു കള്ളുകുടിയൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി പരിശുദ്ധമായ പെരുന്നാളിൻ്റെ രാവിൽ കൊണ്ടുപോയി അസ്തമിപ്പിക്കരുത് എന്നാണ് പറയാനുള്ളത്. അവിടെയാണ് ഈമാൻ. നീ റമദാനിൽ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം അത് നിലനിർത്തിക്കൊണ്ട് പോയെങ്കിലേ നീ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. എങ്കിൽ നീ ഒരു അവിശ്വാസിയും പേടിക്കേണ്ടതില്ല. നിന്നെ കണ്ടാൽ അവർ മുട്ടുവിറയ്ക്കും. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അള്ളാഹുവിനെ പേടിക്കുന്ന ഒരുത്തനെ ലോകം മുഴുവൻ പേടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ലോകം മുഴുവൻ പേടിക്കും. നമ്മൾ റബ്ബിനെ ശരിക്ക് പേടിക്കണം. പേടിക്കുന്നത് പറഞ്ഞാൽ പോരാ, ബാങ്ക് വിളിക്കുമ്പോൾ അവ്വൽ വഖത്തിൽ നിസ്കരിക്കുന്നവനാകണം. ഈ റമദാനിൽ നമ്മൾ എടുക്കേണ്ട ദൃഢപ്രതിജ്ഞ അതാണ് സഹോദരങ്ങളെ. ഈ പള്ളിയുടെ അകത്തളത്തിൽ ഓരോരുത്തരും അവരവരുടെ നെഞ്ചോട് കൈവച്ച് ചേർത്ത് വെച്ചിട്ട് എടുക്കേണ്ട ദൃഢപ്രതിജ്ഞയാണ്, ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നമസ്കാരത്തെ ഞാൻ നിസ്സാരമാക്കൂല, ഖളാക്കൂല, പരമാവധി പരിശ്രമിക്കും. 5 വഖത്ത് നമസ്കാരങ്ങൾ ഞാൻ കൃത്യത വെക്കും. ലഹരി നുണയുകയില്ല. ഹറാമാകുന്ന തലത്തിലേക്ക് എൻ്റെ കണ്ണോ ശരീരത്തിൻ്റെ അവയവങ്ങളോ കൊണ്ടുപോകാതിരിക്കാൻ ഞാൻ കിണഞ്ഞ് പരിശ്രമിക്കും. ഈ ഒരു നീയത്ത് ഇൻഷാ അല്ലാഹ് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഉണ്ടാവൂലേ? ഉറക്കെ പറയിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എങ്കിലേ നമുക്ക് ഇൻഷാ അല്ലാഹ് വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാൻ കൊണ്ട് വിജയിച്ചവർ പെരുന്നാൾ ആഘോഷിക്കേണ്ടവർ ആരാണ്? നാളെ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് പറയും. ആർക്കാണ് പെരുന്നാൾ നമസ്കാരം ഉള്ളത്? ആരാണ് പെരുന്നാൾ നിസ്കരിക്കേണ്ടത്? നാളെ 7:30-ക്ക് ഇൻഷാ അല്ലാഹ് പ്രസംഗം ആരംഭിക്കും. 8 മണിക്കാണ് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരം ഉള്ളത്. നിങ്ങൾ അതിൽ വരിൻ. നാളെ പറഞ്ഞുതരാം ആർക്കാണ് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുക. പുതുവസ്ത്രം ഇട്ടവനാണോ? രാവിലെ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് വന്നവനാണോ? ആർക്കാണ് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുക? ആരാണ് അത് ആഘോഷിക്കേണ്ടത്? അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആരാണ് ആഘോഷിക്കേണ്ടതെന്ന്. ഇൻഷാ അല്ലാഹ് നാളെ അത് പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പെരുന്നാളിൻ്റെ സുദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ടെങ്കിലും റമദാൻ വിട പറയുന്നതിൻ്റെ ഒരു നൊമ്പരം കൂടി നമ്മുടെ മനസ്സിൻ്റെ അകത്തളത്തിലുണ്ടാവണം. നേരത്തെ തന്നെ ഇറച്ചി കച്ചവടക്കാരിൽ ചിലർ ആളുകൾ പെരുന്നാൾ പ്രഖ്യാപിക്കുന്നത് പോലെ, അവർ പോത്തിനറുത്ത് പ്രഖ്യാപിക്കുന്നത് പോലെ നമ്മൾ വലിയ താല്പര്യം അതിനോടാവരുത് എന്നുള്ളത് പ്രത്യേകമായി ഖേദത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമാണ്. ആയിക്കോട്ടെ, പക്ഷേ നേരത്തെ തന്നെ അതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റമദാൻ പോകുന്നതിന് ഒരു വിഷമമില്ലാതെ, റമദാൻ പോകുന്നത് ഒരു സങ്കടമില്ലാതെ, പെരുന്നാൾ വരുന്നതിനോട് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിൽക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. വളരെ ദുഃഖത്തോടുകൂടി നമ്മൾ ഇന്നതിനെ യാത്രയാക്കുകയാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് മിമ്പറിൽ നിന്ന് പരിശുദ്ധ റമദാനിനെ സലാം പറയുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സ് വല്ലാതെ നിറയണം സഹോദരങ്ങളെ. ഖേദത്താൽ നിറയണം, ദുഃഖത്താൽ. നീ റമദാനിൽ ചെയ്ത എന്തൊക്കെ നന്മകളുണ്ട്, എത്രയോ നന്മകൾ ചെയ്താൽ നിനക്ക് വലിയ വലിയ കൂലികൾ ലഭിക്കുമായിരുന്നു, അതൊന്നും കിട്ടിയില്ലല്ലോ
എത്രയോ അമലുകൾ ചെയ്യാമായിരുന്നു. 2 ഖത്ം ഓതുമായിരുന്നു നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം റമദാൻ കഴിയുമ്പോൾ 60 ഖത്ം ഓതും. ഒരു ഖത്ം പോലും ഓതാത്ത ആളുകളില്ലേ നമ്മൾ? അത് തന്നെ എത്രയോ ചിന്തിച്ചാവർത്തിച്ച് വൃത്തിയായി ഓതുന്നവരാൻ. അക്കൂട്ടത്തിൽ നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ റമദാനിനെ വിട പറയുമ്പോൾ ഖേദത്തോടുകൂടി, അതിരത്തെ ദുഃഖത്തോടുകൂടി വിട പറയിക്കാൻ 5 ജുമാ അൽഹംദുലില്ലാ നമുക്ക് സാധ്യമായി. അള്ളാഹു നമ്മുടെ ജുമാകളെയും നമ്മുടെ നമസ്കാരങ്ങളെയും എല്ലാം അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ പെരുന്നാളിൻ്റെ രാവ് വളരെ ജീവസുറ്റതാക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പെരുന്നാൾ രാവ് ആരെങ്കിലും ഒരു വ്യക്തി നല്ലതുപോലെ ഇബാദത്തെടുത്താൽ സ്വർഗം നിർബന്ധമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാണത് പറയാൻ കാരണം? എല്ലാവരും പെരുന്നാൾ രാവിലെ തെറ്റിപ്പോകും. സ്ത്രീകൾ മൈലാഞ്ചി ഇടാൻ പോവും. നമ്മളാണെങ്കിൽ പോത്തവിടെ നല്ലത് കിട്ടുമെന്ന് ഓർത്ത് അങ്ങനെ പുറത്തോട്ട് പോകും. വെറുതെ കളിയും ചിരിയും തമാശയായിട്ടാണ്. അതുവരെ ടി വി മൂടി വെച്ചത് എടുത്തു മാറ്റിയിട്ട് ടി വി കാണാൻ വേണ്ടി നിലകൊള്ളും. ശരിക്കും ശ്രദ്ധിച്ചവന് പെരുന്നാളിൻ്റെതാകുന്ന രാവ്, ഇന്നത്തെ രാത്രി ഇബാദത്തെടുത്തവന് വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം നിർബന്ധമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവ ഖുർആൻ ഓതുക, ദിക്ർ ചെല്ലുക, ധാരാളം അധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 400 പ്രാവശ്യം ചൊല്ലണം നാളെ പെരുന്നാൾ നിസ്കരിക്കാൻ വരുന്നതിന് മുമ്പ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ മഗ്രിബോടുകൂടി തന്നെ തക്ബീർ ചൊല്ലുകയാണ്. മഗ്രിബോടുകൂടി തന്നെ തക്ബീർ അധികരിപ്പിക്കണം. നാളത്തെ ഇമാമിൻ്റെ തക്ബീറോടുകൂടി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീറോടുകൂടി തക്ബീർ തീരും. ചെറിയ പെരുന്നാളാണോ വലിയ പെരുന്നാളാണോ തക്ബീർ ചെല്ലൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്ത് ചെറിയ പെരുന്നാളിനാണ്. നമ്മളൊക്കെ സാധാരണ വലിയ പെരുന്നാളാണ് കാരണം 3 ദിവസം ശേഷം ഉണ്ടല്ലോ എന്ന് കരുതും. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്നതും ശ്രേഷ്ഠതയുള്ളതും ചെറിയ പെരുന്നാളിനാണ്. റമദാൻ മുഴുവനും 30 നോമ്പനുഷ്ഠിച്ച വ്യക്തി അള്ളാഹു ഉന്നതനാണ്, സമുന്നതനാണെന്ന് തിരിച്ചറിയുകയാണ്. വിശപ്പിൻ്റെ വെളിയാളം അവൻ തിരിച്ചറിയുന്നു. ഈ ലോകത്തുള്ള സൃഷ്ടിജാലങ്ങളുടേതാകുന്ന സമ്പത്ത് വ്യവസ്ഥിതിയിലും അവരുടേതാകുന്ന ശാരീരിക ഘടനകളുമൊക്കെ പരിശ്രമിച്ചതാകുന്ന അള്ളാഹു, അവർക്ക് അന്നദാനങ്ങൾ കൊടുക്കുന്ന അള്ളാഹു നിസ്സാരക്കാരനല്ല, അവൻ ഉന്നതനാണെന്നൊരു വ്യക്തി നാവുകൊണ്ട് പറയാൻ. ഇന്നത്തെ മഗ്രിബ് മുതൽ നാളത്തെ ഇമാമിൻ്റെ നമസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ ആ ജമാഅത്തായി നിസ്കരിക്കുന്നതാകുന്ന പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ആദ്യത്തെ തക്ബീറോടുകൂടി തക്ബീർ ചൊല്ലൽ തീർന്നു. പിന്നെ തക്ബീറില്ല. അതുകൊണ്ട് തന്നെ എത്ര ചെല്ലാൻ പറ്റുമോ 100 തക്ബീറെങ്കിലും ഏറ്റവും ചുരുങ്ങി നമ്മൾ ചെല്ലണം. എങ്ങനെ തക്ബീർ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇന്നത്തെ മഗ്രിബ് മുതൽ നാളത്തേതാകുന്ന പ്രഭാതം വരെ ശരിക്ക് ചെല്ലിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സുന്നത്തുകളുണ്ട്. ഞാനൊന്ന് ഓടിച്ചൊറ്റ വാക്കിൽ പറയാൻ. പെരുന്നാൾ നമസ്കാരത്തിന് വരുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ വൃത്തിയായി കുളിക്കുക, നിയ്യത്ത് വെച്ച് കുളിക്കുക. ചെറിയ പെരുന്നാൾ സുന്നത്ത് നമസ്കാരത്തിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തന്നെ സുബൈക്ക് ശേഷം കുളിക്കലാണ് ഏറ്റവും നല്ലത്. സുബൈക്ക് മുമ്പ് കുളിക്കാമെങ്കിലും സുബൈ കഴിഞ്ഞാൽ ഉടനെ കുളിക്കലാണ് ഏറ്റവും നല്ലത്. രാവിലെ തന്നെ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് നല്ല വസ്ത്രം ധരിക്കുക. പുതുവസ്ത്രമുണ്ട്, അത് തന്നെ കളറുണ്ടെങ്കിൽ കളർ തന്നെ ധരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അതല്ല കളറല്ല വെള്ളയാണോ ആയിക്കോട്ടെ, അത് ധരിക്കുക. നല്ല വസ്ത്രം, പുതിയതില്ല എങ്കിൽ പഴയതാണെങ്കിലും കഴുകി വൃത്തിയാക്കി ധരിക്കുക. നല്ലതുപോലെ അത്തർ തേക്കുക. റമദാനാണ്, നമുക്ക് തേക്കാൻ പാടില്ലായിരുന്നു. റമദാൻ കഴിഞ്ഞു, പെരുന്നാളിൻ്റെ സുന്നത്ത് നല്ല സുഗന്ധം പൂശുക. എന്തെങ്കിലും രാവിലെ അല്പം എന്തെങ്കിലും കഴിക്കുക. ഒരു 3 ഈത്തപ്പഴമെങ്കിലും കഴിച്ചിട്ട് വേണം വരാൻ. അതാണ് സുന്നത്ത്. കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിപ്പിച്ചിട്ട് വരണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 3 ഈത്തപ്പഴം അല്ലെങ്കിൽ 5 ഈത്തപ്പഴം കഴിച്ചിട്ടായിരുന്നു പള്ളിയിലേക്ക് പോയിരുന്നത്. എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരിക. ചെറിയ പെരുന്നാളിനാണത്. വലിയ പെരുന്നാളിന് വേഗം തന്നെ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് അറവ് നടത്തി ഉദ്ഹിയ്യത്ത് നടത്തി അതിൻ്റെ മാംസം കഴിക്കുക. അതാണ് സുന്നത്ത്. ചെറിയ പെരുന്നാളായതുകൊണ്ട് തന്നെ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ പള്ളിയിലേക്ക് വരിക. ഇൻഷാ അല്ലാഹ് വരുമ്പോൾ നടന്ന് വരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അടുത്തുള്ളവർ, ദൂരെയുള്ളവർ വാഹനത്തിൽ വരട്ടെ. വാഹനത്തിൽ വരുന്നവരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും വരുന്നത് ഒരു വഴി, തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. നബി തങ്ങളുടെ സുന്നത്താണ് ഈ പറഞ്ഞത്. അതിനങ്ങനെ പോകുന്നത്. കറങ്ങിപ്പോകുമ്പോൾ ആ വഴിയിലുള്ളതാകുന്ന മലായിക്കത്തുകളും നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലും, സാക്ഷി നിൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം തന്നെ പള്ളിയിലെത്തിയാൽ നമസ്കാരം, പെരുന്നാൾ നമസ്കാരമാണ് ആദ്യം മുന്തിക്കേണ്ടത്. അതിനു മുമ്പ് വേറെ സുന്നത്തില്ല. നേരെ പള്ളിയിൽ വന്നു, പെരുന്നാൾ നമസ്കാരമാണ് ആദ്യം നിർവഹിക്കുക. ആ നിസ്കാരം കഴിഞ്ഞ് ഓരോരുത്തരെ മുസാഫത്ത് ചെയ്യുമ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, ഈ വാക്യം പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞ എല്ലാവരും. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും,
അള്ളാഹു എന്നിൽ നിന്നും നിന്നിൽ നിന്നുമൊക്കെ ഉള്ളതാകുന്ന എല്ലാ നന്മകളെയും സ്വീകരിക്കട്ടെ, റമദാൻ അനുകൂലമാക്കി തരട്ടെ എന്നുള്ള ദുആ ആണ് നമ്മൾ ആശംസയായി കരുതേണ്ടത്. ഈദ് മുബാറക്, തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതാണ്. അതുകൊണ്ട് ഇതെല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ച് നല്ല വൃത്തിയായി നാളത്തെ പെരുന്നാൾ സുദിനം അനുഷ്ഠിക്കുക. വരുന്നതിന് മുമ്പ് ഇന്നത്തെ മഗ്‌രിബ് മുതൽക്കാണ് നമ്മുടെ ഫിത്ർ സക്കാത്ത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് കറക്റ്റായിട്ട് കൊടുത്തിട്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് വരാവുള്ളൂ. രാവിലെ നിസ്കരിക്കാൻ വരുന്നതിന് മുമ്പായി എല്ലാവരും അത് നിർവഹിക്കുക. ഇനി നമ്മുടെ നാട്ടിൽ അതിന് അർഹതപ്പെട്ട ആളുകളില്ല, അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കാൻ, അവർക്ക് കൊടുക്കണം. അയൽവാസിയാണ്, അവർ അർഹതപ്പെട്ടതാണ്. മഗ്‌രിബിന് മുമ്പ് എത്തുമെങ്കിൽ അതുവരെ പിന്തിപ്പിക്കൽ അനുവദനീയാണ്, അവർക്ക് വേണ്ടി മാത്രം. അതല്ലാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയും ഫിത്ർ സക്കാത്ത് പിന്തിക്കാൻ പാടില്ല. നിസ്കാരത്തിന് വരുന്നതിന് മുമ്പായി കൃത്യമായി അത് കൊടുത്തിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.